നമസ്കാരം, എൻ്റെ പേര് വിനോദ് രാജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും ഒരേ ഒരു ബിൽഡിങ്ങിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അതായത് വലിയൊരു അപ്പാർട്ട്മെൻറ്റ്, അതിനുള്ളിൽ തന്നെ എല്ലാ ഫാമിലി, ആ സിറ്റിയിലുള്ള 220 ആൾക്കാരും ഒരേ ബിൽഡിങ്ങിൽ താമസിക്കുന്നു. അതേ ബിൽഡിങ്ങിൽ തന്നെ അവർക്ക് ആവശ്യമുള്ള സ്കൂള്, സൂപ്പർ മാർക്കറ്റ്, കോടതി, പോലീസ് സ്റ്റേഷൻ, ജയില്, പിന്നെ അവരുടെ വർക്കിംഗ് ഓഫീസുകൾ. ആ സിറ്റിയിൽ എന്തൊക്കെ നമ്മളൊരു സിറ്റി, ഒരു ടൗൺ നമ്മളൊരു മനസ്സിൽ ആലോചിക്കുക, നിങ്ങളിരിക്കുന്ന ഒരു ടൗണിൽ ആലോചിക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടോ എല്ലാം ഒരേ ഒരു ബിൽഡിങ്ങിനുള്ളിൽ മാത്രമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെ ഉണ്ടാവുമെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു ബിൽഡിങ്ങിൽ എല്ലാവരും സ്റ്റേ ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കണം. അലസ്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള വൈറ്റർ സിറ്റി എന്ന് പറയുന്ന ടൗണിലാണ് ഇങ്ങനൊരു സംഭവം ഉള്ളത്. അതായത് അവിടെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രി തൊട്ടിട്ട് -2 ഡിഗ്രി വരെ. അതായത് നമ്മുടെ ആവറേജ് ഡിഗ്രി എന്ന് പറയുന്നത് 16 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഒരു ആവറേജ്, ഇല്ലെങ്കിൽ 20-25 ഒരു ആവറേജ് ഡിഗ്രി എന്ന് പറയുന്നത്. അവിടുത്തെ ആവറേജ് ഡിഗ്രി എന്ന് പറയുന്നത് -2. അതായത് ഏത് സമയം അവിടെ മഞ്ഞ് വീഴുന്നതും, അതായത് മഞ്ഞ് വീഴുക പറഞ്ഞാൽ 10 അടി 20 അടിക്കൊക്കെ മഞ്ഞ് വീഴുന്നത് കൊണ്ട് തന്നെ അത്രയും തണുപ്പായിരിക്കും. അവർക്ക് 2-3 ഉള്ളം കോട്ടൊന്നും ഇല്ലാതെ തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിക്കായതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. പണ്ട് തൊട്ടേ അവിടെ രണ്ട് രീതിക്കൊക്കെ ട്രാൻസ്പോർട്ടുള്ള, ഒന്നില്ലെങ്കിൽ വെള്ളത്തിലൂടെ ബോട്ട് സർവീസ് വരണം, ഇല്ലെങ്കിൽ റെയിൽ. ഇത് രണ്ടും വരണമെന്നുണ്ടെങ്കിൽ അത്രയും കാലാവസ്ഥ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 12 മാസം ഉള്ളതിൽ 1-2 മാസം മാത്രം അങ്ങനത്തെ അനുകൂലമാണ്. അപ്പോൾ അവിടെ മാക്സിമം ടണലിലൂടെയാണ് റെയിൽവേസും അതേമാതിരി കാറൊക്കെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു കാലാവസ്ഥ വരുന്ന സമയത്ത് 5-6 മാസമൊക്കെ അതേപോലത്തെ കാലാവസ്ഥ വരുന്ന സമയത്ത് ഈ ടണലിലൂടെയൊക്കെ ട്രാവൽ ചെയ്യാൻ തന്നെ പലർക്ക് പേടിയില്ലെങ്കിൽ അതിനൊക്കെ ഒരു പേടി ഉള്ളത് കൊണ്ടുതന്നെ അവിടുത്തെ ടൗണിലുള്ള ഒരു സിറ്റിയിൽ ഫുള്ള് ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ ബിൽഡ് ചെയ്തിട്ട് അവിടെ എല്ലാം 220 ആൾക്കാർ, അവിടെ തന്നെ സ്കൂളുണ്ട്, ഏറ്റവും ബേസ്മെൻറ്റ് പോയ സ്കൂള്, മുകളിലേക്ക് ഓഫീസ്, അവിടെ തന്നെ എല്ലാം കോടതി, ജയില്, പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ആ ബിൽഡിങ്ങിനുള്ളിൽ തന്നെ. പലവരും ഇപ്പോൾ പറഞ്ഞത് 1973 അത് ബിൽഡ് ചെയ്തത്, ഇങ്ങനൊരു പ്ലാനും കാര്യങ്ങളും ബിൽഡ് ചെയ്തത്. ഇപ്പോഴും പലവരും 1-2 വർഷങ്ങളായിട്ട് പുറത്തു പോലും വരാതെ അതിനുള്ളിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ തന്നെ. കുറേ പേർക്ക് ഇതൊരു ജയിലായിട്ട് ഫീൽ ചെയ്യുന്നവർ, എന്തിനാ അടഞ്ഞുകൂടിയിരിക്കണം, ഇതിനുള്ളിൽ തന്നെ ഇരിക്കണമെന്ന് കോൺസെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അവിടെ അതിനുള്ളിലാണെങ്കിൽ അവർക്ക് കറക്റ്റ് ടെമ്പറേച്ചർ കാര്യങ്ങളാണ്. നമുക്ക് വെളിയിലത്തെ പോലെ ഈ കോട്ടോ ഇല്ലെങ്കിൽ മുള്ളം കോട്ടോ ഒന്നും ഇടേണ്ട കാര്യമില്ല. അവർക്ക് നോർമലി അവരുടെ കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നടന്നുകൊണ്ട് പോകാം, വെളിക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. കുറേ പേർക്ക് കംഫർട്ടാണെങ്കിലും കുറേ പേര് കംഫർട്ട് എന്താ പറയുക, എല്ലാവർക്കും എല്ലാം ഒരുപോലെ ആവണമെന്നുള്ളതല്ല. പക്ഷേ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു ടൗൺ ഫുള്ള് ഒരു ബിൽഡിങ്ങിനുള്ളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. വിവിധതരം ആൾക്കാർ, വിവിധതരം കാറ്റഗറിയിട്ടുള്ള ജോലിക്കാർ, വിവിധതരം ഓഫീസുകൾ എല്ലാം തന്നെ ഒരു ബിൽഡിങ്ങിനുള്ളിൽ. നിങ്ങൾക്ക് ഓരോരോ ഫ്ലോർ വൈസ് പോവുകയാണെങ്കിൽ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളത് വളരെ നമുക്ക് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു, ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അത്ഭുതകരമായിട്ടൊക്കെ തോന്നും. പക്ഷേ അവിടെ ജീവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ കഷ്ടവും സുഖവും നമുക്കറിയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.